ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ടാം ദിനമാണ്. പ്രവർത്തക റിപ്പോർട്ടുമേലും ഒപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടുമേലുള്ള ചർച്ചകളൊക്കെ പൊതുചർച്ച തുടരുകയാണ്. ഇന്ന് ഈ ചർച്ചകൾക്ക് മറുപടി നൽകും. അഭിവാദ്യ പ്രസംഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകും. വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം ജോസിൽ ചേരുകയാണ് തൊടുപുഴയിൽ നിന്ന്, സമ്മേളന നഗരിയിൽ നിന്ന്. ജോസിൽ, ഇന്നിപ്പോൾ പൊതുചർച്ച തുടരുന്ന സാഹചര്യമാണ്, സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തക റിപ്പോർട്ടിന്മേലൊക്കെ. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ഇന്ന് ഈ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ നടപടിക്രമം എന്ന് പറയുന്നത്. മനു, തൊടുപുഴ താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ പോലീസുകാർ ഇടിച്ചു കൊലപ്പെടുത്തിയ KS കൃഷ്ണപിള്ളയുടെയും പോഫേഴ്സ് അഴിമതി കേസിൽ പ്രതിയായ രാജീവ് ഗാന്ധി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഭാരത് ബന്ദിൻ്റെ അന്ന് കോൺഗ്രസുകാർ കൈക്കോടാലിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയ TA നസീറിൻ്റെയും മണ്ണിൽ തൊടുപുഴയിലാണ് CPM-ൻ്റെ ജില്ലാ സമ്മേളനം ഈ പ്രാവശ്യം നടക്കുന്നത്. ഇപ്പോൾ പ്രതിനിധി സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് അവതരിപ്പിച്ചത്. പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി CV വർഗീസ് അവതരിപ്പിച്ചു. അതിന്മേൽ ഇന്നലെ മുതൽ തന്നെ ഗ്രൂപ്പ് ചർച്ച, ഏരിയ തലത്തിൽ യോഗം ചേർന്ന് ഗ്രൂപ്പ് ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം പൊതുചർച്ച ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ആ പൊതുചർച്ച ഇന്നും തുടരും. ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞ 3 വർഷക്കാലം പാർട്ടി നടത്തിയ, CPM നടത്തിയ സമര സംഘടനാ പ്രവർത്തനം, അതിൻ്റെ നേട്ടം, കോട്ടം, അതിൻ്റെ വിമർശനം, സ്വയം വിമർശനം, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ വളരെ ക്രിയാത്മകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച സർക്കാരിനെ സംബന്ധിച്ച്, സംസ്ഥാനത്തെ പാർട്ടിയെ സംബന്ധിച്ച്, അഖിലേന്ത്യാ പാർട്ടിയെ സംബന്ധിച്ച്, ലോകത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ജനാധിപത്യപരമായി തങ്ങളുടെ അഭിപ്രായങ്ങൾ, തങ്ങളുടെ ഈ ഇടുക്കി ജില്ലയിലെ 39,000-ത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ആ പ്രതിനിധികൾ ഒരു വികാരം, ഇടുക്കി ജില്ലയുടെ വികാരം തന്നെയാണ് ഈ സമ്മേളനത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചിട്ടയായി ഈ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഉള്ള മറുപടി, ഈ സംഘടനാ റിപ്പോർട്ടിന്മേലും അതുപോലെ തന്നെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള മറുപടി ഒരു കമ്മിറ്റി കൂടി, വീണ്ടും നിലവിലുള്ള ജില്ലാ കമ്മിറ്റി കൂടി ഈ എന്തൊക്കെ മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചതിന് ശേഷമായിരിക്കും ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറി ഈ ചർച്ചയ്ക്ക് മറുപടി പറയുക. ഒപ്പം തന്നെ ഇന്ന് അഭിവാദ്യ പ്രസംഗങ്ങൾ കൂടിയാണ് നടക്കുന്നത്. നാളെയാണ് പുതിയ പാനൽ അവതരിപ്പിക്കുന്നത്. പുതിയ ജില്ലാ സെക്രട്ടറിയെയും എല്ലാം നാളെയാണ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ജില്ലാ സമ്മേളനം നാളെ സമാപിക്കും. സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 50,000 പേരുടെ പ്രകടനവും 10,000 റെഡ് വോളണ്ടിയേഴ്സ് അണിനിരക്കുന്ന മാർച്ചും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. മനു, ശരി, ഏതായാലും സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങളാണ് ജോസിൽ നമുക്ക് പങ്കുവച്ചത്.